ഇന്നത്തെ വീഡിയോയിൽ പോമഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. ഇത് അനീമിക് ആയിട്ടുള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ജ്യൂസാണ്. അതുപോലെ ഹീമോഗ്ലോബിൻ ലെവൽസ് കൂട്ടാൻ വേണ്ടി ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ജ്യൂസിനായിട്ട് ഞാൻ 2 പോമഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് ഹണി അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഹെൽത്തി ഓപ്ഷനാണ് ഹണി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ പൂ പോലെ കാണുന്ന ഈ ഭാഗത്തിൻ്റെ തൊട്ട് താഴെ കൂടി നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആ പോർഷൻ അങ്ങ് ചെത്തി മാറ്റുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ഈ പോർഷനൂടെ അങ്ങ് എടുത്ത് കളയുക. അപ്പോൾ നമുക്ക് കാണാം, ഇതിനകത്ത് വരകൾ കാണാം. ഈ വൈറ്റ് കളറിൽ വര കാണുന്ന ഭാഗത്തുകൂടി നമ്മളൊന്ന് താഴെ വരെ വരഞ്ഞു കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡിൽ കൂടിയും ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിടർത്തിയെടുക്കാം. അപ്പോൾ ഇതിനകത്തൊരു വെള്ള കളറിലൊരു പാട കാണാം. ഈ പാട മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തെ അല്ലികൾ അടർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. ഇതിൽ വീഴുന്ന ഈ വെള്ള കളറിലേതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ജ്യൂസിന് വേണ്ടി റെഡിയാക്കാം. അടർത്തിയെടുത്തപ്പോൾ ഇത് 2 കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. കുരു ഒന്നും വീഴാതെ വേണം പിഴിയാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഹണിയോ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഹണിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ പഞ്ചസാര ചേർത്താലും മതി. അത്യാവശ്യം മധുരമുള്ള പോമഗ്രാനൈറ്റ് ആണെങ്കിൽ പഞ്ചസാര ചേർക്കാതെ നമുക്ക് കഴിക്കാം. അല്പം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചാലും മതി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിന് കുരു അധികം അരയാതെ വേണം അടിച്ചെടുക്കാൻ. കുരു അരഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കയ്പൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ തരിതരി പോലെ കിടക്കും. അതിനായിട്ട് നമ്മൾ 2-3 തവണയൊന്ന് ലോ സ്പീഡിലിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അടിച്ച് കിട്ടും. ഇതിപ്പോൾ ആവശ്യത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, കുരുവൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇതിനെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ജ്യൂസ് മുഴുവൻ താഴേക്ക് വീഴുന്ന കാണാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് മുഴുവൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടും പോകാതെ നമ്മൾ എടുക്കുക. ജ്യൂസ് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു പതയൊക്കെ വരും. അതിന് വേണ്ടിയാണ്. ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോമഗ്രാനൈറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്